വെൽക്കം ടു ഹാപ്പി ലൈഫ് TV. പ്രശ്നങ്ങളില്ലാത്ത ജീവിതത്തിനല്ല സന്തോഷകരമായ ജീവിതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇല്ലാത്ത ജീവിതത്തിനല്ല വിജയകരമായ ജീവിതം എന്ന് പറയുന്നത്. ആക്ച്വലി സത്യം പറഞ്ഞാൽ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ജീവിതത്തിലെ വിജയത്തിനുള്ള ഏറ്റവും വലിയ സാധ്യതകളാണ്. Whenever there is a problem, there is an opportunity എന്ന് സാധാരണ പറഞ്ഞു കേൾക്കാറുണ്ട്. എപ്പോഴൊക്കെ ഒരു പ്രശ്നമുണ്ടോ ആ പ്രശ്നത്തിന്റെ കൂടെ ഒരു സാധ്യത കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഒരു പ്രശ്നവും പ്രശ്നം തന്നെ പ്രശ്നമല്ല. എ പ്രോബ്ലം ഇറ്റ്സെൽഫ് ഇസ് നോട്ട് എ പ്രോബ്ലം, ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ വി അപ്രോച്ച് ഇറ്റ്. ഒരു പ്രശ്നം തന്നെ പ്രശ്നമല്ല, ആ പ്രശ്നം എന്ന് പറയുന്ന ആ പ്രശ്നത്തെ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തെ നാം എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് ഏതൊരു സംഭവവും പ്രശ്നമായി മാറുന്നതും സാധ്യതയായി മാറുന്നതും. ലോകത്ത് വിജയം വരിച്ചിട്ടുള്ള ആളുകൾ മുഴുവനും പ്രശ്നങ്ങളെ സാധ്യതകളാക്കി മാറ്റിയവരാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. കൊതുക് കടിച്ചാൽ കോടികൾ ഉണ്ടാകുമോ? ബസ് കിട്ടാതിരുന്നാൽ കോടികൾ ഉണ്ടാകുമോ? ഫ്ലൈറ്റ് മിസ്സായാൽ കോടീശ്വരനാകാൻ പറ്റുമോ? സാധാരണക്കാരായ ആളുകൾ ഒരുപക്ഷെ ഈ ചോദ്യം കേൾക്കുമ്പോൾ ഇതെങ്ങനെ സാധിക്കാനാന്ന് പറയും. പക്ഷെ ഉണ്ടാക്കിയവരുണ്ട്. ബസ് മിസ്സായപ്പോൾ കോടീശ്വരനായ ആളുണ്ട്. ഫ്ലൈറ്റ് മിസ്സായപ്പോൾ കോടീശ്വരനായ വ്യക്തിയുണ്ട്. കൊതുക് കടിച്ച സമയത്താണ് ഗുഡ് നൈറ്റ് എന്ന് പറയുന്ന ഒരു സൊല്യൂഷനെ കുറിച്ച്. കൊതുകടി എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ്. കൊതുകടി എന്ന് പറയുന്ന ഒരു പ്രശ്നം, ആ പ്രശ്നത്തിൽ നിന്നുകൊണ്ട് അതിന്റെ പരിഹാരാത്മകമായ പ്രൊഡക്റ്റീവായ ചിന്തയാണ് ഗുഡ് നൈറ്റ് എന്ന് പറയുന്ന ഒരു സൊല്യൂഷനിലേക്ക് എത്തിച്ചത്. ആ ഗുഡ് നൈറ്റ് ആണ് അദ്ദേഹത്തിന് കോടികൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ഫനീന്ദ്ര സ്വാമി എന്ന് പറയുന്ന ഒരാള്. അദ്ദേഹം പുറത്തുനിന്ന് ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് ഒരു സീസണിൽ നാട്ടിലേക്ക് വരാൻ നോക്കുന്ന സമയത്ത് ഒരുപാട് ട്രാവൽ ഓഫീസുകളിൽ കയറി ഇറങ്ങിയാലും ഒറ്റ ബസ്സിൽ പോലും അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല. ഒരു ബസ്സിൽ പോലും സീറ്റ് അവൈലബിലിറ്റി ഉണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം വിഷമിച്ച സമയത്താണ് ഒരുപാട് ഓഫീസുകളിൽ കയറി ഇറങ്ങി അവസാനം അദ്ദേഹം ആലോചിച്ചു, ബസ് കിട്ടാതിരുന്ന സമയത്ത് ഹൗ കാൻഡ് ഐ സ്റ്റാർട്ട് മൈ ഓൺ ലൈക്ക് എ വെബ്സൈറ്റ്. എന്തുകൊണ്ട് ജസ്റ്റ് എ ക്ലിക്ക് അവേ, ഒരു ക്ലിക്കിൽ നിന്ന് തന്നെ അവൈലബിലിറ്റി മനസ്സിലാക്കുവാനും സീറ്റ് ബുക്ക് ചെയ്യുവാനും ഒക്കെ പറ്റുന്ന ഒരു സൈറ്റിനെ കുറിച്ച് എന്തുകൊണ്ട് ആലോചിച്ചുകൂടാ? ആ പ്രശ്നത്തെ ഒരു പ്രൊഡക്റ്റീവായ ചിന്തയാക്കി പരിവർത്തിപ്പിച്ച സമയത്താണ് redbus.in എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലേക്ക് അദ്ദേഹം പോയത്. ആ വെബ്സൈറ്റ് പിന്നീട് അദ്ദേഹം വിൽക്കുന്ന സമയത്ത് 600 കോടി രൂപയായിരുന്നു അതിന്റെ മൂല്യം. ഇതേപോലെ തന്നെയാണ് അമേരിക്കയിൽ നിന്ന് വിർജിൻ ഐലൻഡ് എന്ന് പറയുന്ന ഒരു ദ്വീപിലേക്ക് കുറെ ആളുകൾ വെക്കേഷന് വേണ്ടി പോകുന്നു. അവർ തിരിച്ചു വന്ന് പിറ്റേ ദിവസം ജോലിയിൽ പ്രവേശിക്കേണ്ടതിന്റെ അവസാന ഘട്ടത്തിൽ അവർ അറിഞ്ഞു ഫ്ലൈറ്റ് ഈസ് ക്യാൻസൽഡ്. ഫ്ലൈറ്റ് ക്യാൻസൽഡ് ആണെന്ന് അറിയുന്നു. ആ സമയത്ത് എല്ലാവരും വളരെ വിഷമിച്ച സമയത്ത് ഒരാള് അദ്ദേഹം US എയർപോർട്ടിലേക്ക് വിളിച്ചിട്ട് അദ്ദേഹം അന്വേഷിച്ചു, ഫ്ലൈറ്റ് റെന്റിന് എടുക്കുവാണെങ്കിൽ എത്രത്തോളം വില വരുമെന്ന് അദ്ദേഹം അന്വേഷിച്ചു. അപ്പൊ ഇത്ര $1 വരുമെന്ന് മനസ്സിലാക്കി. അപ്പൊ അദ്ദേഹം ആ സീറ്റുകളുടെ എണ്ണവുമായിട്ട് ആ ഡോളർ ഡിവൈഡ് ചെയ്ത് അദ്ദേഹം ഒരു ബോർഡ് തൂക്കി. ഇത്ര $നാണെങ്കിൽ ഫ്ലൈറ്റ് ഉണ്ട്, സീറ്റ് ഉണ്ടെന്ന് അദ്ദേഹം ബോർഡ് തൂക്കി. എല്ലാ ആളുകളും വിഷമിച്ചിരിക്കുന്ന സമയത്ത് എത്ര $, കൊടുക്കാനും ആളുകൾ തയ്യാറാണ്. പിറ്റേന്ന് ജോലിയിൽ പ്രവേശിക്കാനുള്ളവരാണ് എല്ലാവരും. അങ്ങനെ അവരെല്ലാവരും അത്രയും $, കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ആ ഫ്ലൈറ്റിൽ നിന്ന് റെന്റിന് കൊണ്ടുവന്ന ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് അവരൊക്കെ പിറ്റേ ദിവസം യാത്ര പോയി. അങ്ങനെയാണ് ആ തോട്ടിൽ നിന്നാണ് വിർജിൻ എയർലൈൻസ് എന്ന് പറയുന്ന ഒരു ലോകത്തൊരു വിമാന കമ്പനിയുടെ ഉദ്ഭവം ആ ഒരു സംഭവത്തിൽ നിന്നാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ പലപ്പോഴും വരാറുണ്ട്. ആ പ്രശ്നങ്ങൾ, ഓരോ പ്രശ്നങ്ങൾ വരുന്ന സമയത്തും അത് പ്രശ്നങ്ങൾ എന്ന് പറയുന്ന വാക്ക് തന്നെ തെറ്റാണ്. ഓപ്പർച്യൂണിറ്റി എന്നാണ് നാം മാറ്റി പറയേണ്ടത്. ഓരോ സംഭവങ്ങൾ വരുമ്പോഴും ഹൗ ക്യാൻ ഐ യൂസ് ഇറ്റ്, ഇതെനിക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, ഹൗ ക്യാൻ ഐ മേക്ക് ദ ബെസ്റ്റ് റിസൾട്ട് ഔട്ട് ഓഫ് ഇറ്റ്, ഈ ഒരു സംഭവത്തിൽ നിന്ന് ഏറ്റവും നല്ല റിസൾട്ട് എനിക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ സാധിക്കുക എന്ന ഒരു ചിന്തയിലേക്ക് ഓരോ പ്രശ്നമാണെന്ന് തോന്നുന്ന സംഭവത്തിലും ഈ ഒരു ചോദ്യം ചോദിക്കുകയും അവിടെ സാധ്യമായ 4, 5, 6 സാധ്യതകൾ ഒരു ചെറിയ കടലാസിൽ എഴുതി വെക്കുകയും അതിൽ ഏറ്റവും നല്ലത് കണ്ടുപിടിച്ച് അത് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളെന്ന് തോന്നിക്കുന്ന സംഭവങ്ങളെയും സാധ്യതകളാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ദ മോർ പ്രോബ്ലംസ് ആർ ദേർ, ദ മോർ വി ആർ ലക്കി. എത്രത്തോളം പ്രശ്നങ്ങളുണ്ടോ അത്രത്തോളം നമ്മൾ ലക്കി ആയിരിക്കും. അപ്പൊ ആവർത്തിച്ച് പറയുന്നു, പ്രശ്നങ്ങളില്ലാത്ത ജീവിതമല്ല സന്തോഷകരമായ ജീവിതം. വിജയകരമായ ജീവിതം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ പ്രശ്നങ്ങളുള്ള ജീവിതമാണ്, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്ന് പറയുന്ന ആ സംഭവങ്ങളുള്ള ജീവിതമാണ്. ആ ജീവിതത്തിൽ നിന്നാണ് ലോകത്തുള്ള വിജയം വരിച്ച ആളുകൾ മുഴുവനും അങ്ങനെയുള്ള ഒരു പെയിനിൽ നിന്ന്, ഒരു പ്രോബ്ലത്തിൽ നിന്ന്, ഒരു ചാലഞ്ചിൽ നിന്നാണ് അവരൊക്കെ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പൊ ജീവിതത്തിൽ ഇനി മുതൽ വരുന്ന
പ്രശ്നങ്ങൾ അല്ല. ചാലഞ്ചുകളെ പോസിറ്റീവായിട്ട് നേരിടുക ആൻഡ് മേക്ക് ദ ബെസ്റ്റ് റിസൾട്ട് ഔട്ട് ഓഫ് ഇറ്റ്. ലെറ്റ്സ് മേക്ക് ഇറ്റ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് TV.